അളിയനെ വീട്ടിൽ കയറ്റരുതെന്നാണ് മാളവികയുടെയും ഗൗരിയുടെയും ഓർഡർ. അവരെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു മുമ്പ് ചാക്കോച്ചനെ ഒതുക്കണം. എന്റെ അച്ഛനെയും ഒന്ന് ഒതുക്കണം. അളിയന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെയും കുടുംബമാണ്. പിന്നെ ഗൗരിയുടെ നൃത്താഭ്യാസം കണ്ടപ്പോ എനിക്ക് അവളോടുള്ള എല്ലാ ദേഷ്യവും മാറി. അല്ല, അതിരിക്കട്ടെ, അവരുടെ നൃത്ത പരിശീലനം താൻ എങ്ങനെ കണ്ടു? നിങ്ങൾക്കൊന്നും ഒരു ശ്രദ്ധയില്ലെങ്കിലും എന്റെ ഭാര്യയുടെയും മാളവിക ചേച്ചിയുടെയും കാര്യത്തിൽ എനിക്ക് നല്ല ഉത്കണ്ഠയാണ്. ആരോട് വെച്ചോണ്ട് അവനെ വീട്ടിൽ കയറ്റി ഇരുത്തിയേ? അത് മാളു, ചാക്കോച്ചനുമായുള്ള യുദ്ധത്തിൽ ഇവൻ നമുക്കൊരു ബലമാ. ചളമാകും. ചേട്ടനോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്ക് ഇയാളോടത്തുള്ള ജീവിതം മതിയായിരുന്നു. അതെ, നീ പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് പറയാനുള്ള ബാധ്യത നിനക്കുണ്ട്. വക്കീലാണെന്നും പറഞ്ഞല്ലേ എന്നെ കെട്ടിയത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒറ്റ തവണ പോലും കോടതിയിൽ കയറിയിട്ടില്ല. ഒരു കേസ് പോലും കിട്ടിയിട്ടില്ല. അത് പറയരുത്. കേസില്ല എന്ന് പറഞ്ഞ് വക്കീലല്ല എന്ന് പറയരുത്. കേസില്ലാത്ത എത്രയോ വക്കീലന്മാരെ അളിയ, ഈ വക്കീല് ജോലി എന്നൊക്കെ പറഞ്ഞ വലിയ റിസ്ക് അല്ലേ അളിയ? പോട്ടെ, ഒരു ഗമിക്ക് വീടിന് മുന്നിൽ അഡ്വക്കേറ്റ് എന്നൊരു ബോർഡെങ്കിലും വെച്ചിട്ടുണ്ടോ? അളിയൻ കേൾക്കണം, ബോർഡ് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കക്ഷികൾ കയറി വരില്ലേ? അതിനാണല്ലോ ബോർഡ് വെക്കുന്നത്. എന്റെ പൊന്നളിയ, കോടതി പോയാ പിന്നെ വാദിക്കണ്ടേ? വാദിക്കാതെ പിന്നെ കേസ് ജയിക്കാനൊക്കൂ? ഒരു കേസെങ്കിലും ജയിച്ച് പേരെടുത്തെങ്കിലല്ലേ പിന്നെ ക്ലൈൻസ് വരൂ. LLB എന്ന് പറഞ്ഞ എന്റെ പുറകെ നടന്നിട്ടല്ലേ ഞാൻ നിങ്ങളെ പ്രേമിച്ചത്? LLB എന്ന് പറഞ്ഞ ഐ ലവ് യു എന്ന് പറയുന്നത് കേട്ടിട്ടല്ലേ നമ്മൾ ഒരാളെ പ്രേമിക്കുന്നത്? അങ്ങനെ വരട്ടാനൊന്നും നോക്കണ്ട. ലിസൺ ടു മീ. എന്റെ അച്ഛൻ ശരിക്കും കാശ് കൊടുത്തിട്ടാ ഞാൻ അലഹബാദിലെ LLBക്ക് ചേർന്നത്. 2-3 ദിവസം ക്ലാസ്സിലിരുന്നപ്പോ എനിക്ക് ബോറടിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് അയക്കുന്ന കാശ് കൊണ്ട് മാന്യമായിട്ട് പുട്ടടിച്ച് ഞാൻ കറങ്ങി നടന്നു. ഒടുവിൽ അച്ഛനെ പറ്റിക്കാൻ ഒരു വ്യാജ സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. എനിക്ക് വേണമെങ്കിൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റും വെച്ച് എന്തോരം കളികൾ ഇവിടെ കളിക്കാമായിരുന്നു. ഞാനത് കാണിച്ചില്ല. അതെന്റെ മനസാക്ഷി. അപ്പൊ ചുരുക്കി പറഞ്ഞ തനിക്ക് LLB ഇല്ല. ദൈവമേ, വെൽ ഡൺ. ആ തീരുമാനം എനിക്ക് ഇഷ്ടായി. നീ സത്യസന്ധനാണ്. കൂൾ ഡൗൺ മൈ ബോയ്, കൂൾ ഡൗൺ. എന്താ ചേട്ടാ ഫിറ്റായ? ഇവനെയാണ് ചേട്ടൻ സുപ്രീം കോടതിയിലെ ജഡ്ജിയാവൂന്ന് പറഞ്ഞത്. ചേട്ടാ, ഒരച്ചാറ് കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമായാൽ പോലും ഇതുപോലെ ചെറിയൊരു സെറ്റിംഗ് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായി? നീ എന്താ മധ്യസ്ഥതയ്ക്ക് പോകാൻ പോണോ? കിട്ടിയത് മടിച്ചോണ്ട് പോടേ. എന്തൊരു കഷ്ടമായത്. എന്തു പറ്റി? വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. സ്റ്റാർട്ടിംഗ് ട്രബിൾ. പഴയ വണ്ടിയല്ലേ? ആ ചാവി ഒന്ന് നോക്കട്ടെ. ഉണ്ടായിരിക്കടാ നമുക്കളെ. ബാറ്ററി പോയി തോന്നുന്നു. എടാ പോകെ റസ്മാനെ ഒന്ന് കൈ വെക്കി. ബസ് കയറിട്ടേ ക്ലച്ച് ഔട്ടി പിടിച്ചോളി. ആ കുട്ടികൾ നോളൂ. വളരെ ഉപകാരം. എവിടെ താമസം? ഇവിടെ E3-യിലാ താമസിക്കുന്നത്. അത് നമ്മളെ വീടാണ്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ അളിയന്മാരെ ഏൽപ്പിച്ചതാ. അതൊക്കെ നോക്കിക്കോളും. പിന്നെ ഇവന്മാരിപ്പോ ചെയ്തത് ബാലവേലല്ല, മക്കളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കാത്തതാണ് ഇന്നത്തെ തലമുറയുടെ ശാപം. ആ എന്നാ വിട്ടോളി. ഓട്ടെ ഓട്ടെ.